രാഹുലിൻ്റെ ജാമ്യം കിട്ടിയതിന് ശേഷമുള്ള, അതുപോലെ അദ്ദേഹത്തിൻ്റെ 24 ന്യൂസിലുള്ള പ്രതികരണം പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പം ജാമ്യം കിട്ടിയതിൻ്റെ വെളിച്ചത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണത്തിൻ്റെ വെളിച്ചത്തിലും ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രാരംഭമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാനിവിടെ അമേരിക്കയിൽ ജീവിക്കുന്നു. ഞാൻ ഈ വോയിസ് ഇടുന്നത് കോൺഗ്രസ്സിനോടുള്ള സ്നേഹം കൊണ്ടാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കേരളത്തോട്, ഞങ്ങളിവിടെയാണ് ജീവിക്കുന്നതെങ്കിലും ജനിച്ച കേരളത്തോട്, നമ്മുടെ സംസ്ഥാനത്തോട്, അവിടെ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ, അവരെക്കുറിച്ചൊക്കെ നമുക്കൊരു സ്നേഹമുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും, അതുപോലെ തന്നെ ആംഗ്ലിക്കൻ ചർച്ചുമായിട്ടും, അതുപോലെ തന്നെ എപ്പിസ്കോപ്പൽ ചർച്ചുകളുമായിട്ടും, പെൻറ്റിക്കോസ്റ്റൽ ചർച്ചുകളുമായിട്ടും എല്ലാ രീതിയിലും പല നിലകളിൽ സഹകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു, എന്തിനാണ് ഈ പൊളിറ്റിക്സ് സംസാരിക്കുന്നതെന്ന്. അവിടെ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പം ക്രിസ്തീയ സഭാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് മാർത്തോമൈറ്റ്, പെൻറ്റക്കോസ്റ്റൽ വിഭാഗങ്ങൾ, അവരൊക്കെ വിചാരിക്കുന്നത് പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ ഇടപെടരുത്, ആരും പൊളിറ്റിക്സിൽ പ്രവർത്തിക്കരുത് എന്ന ധാരണയുള്ള പല ചർച്ചകൾ നാട്ടിലുണ്ട്. പക്ഷേ അത് ഒരു തെറ്റായ ഒരു ധാരണയാണ്. ഞാൻ രാഹുലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിനു മുമ്പേ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ട് ഞാൻ രാഹുലിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പം ബൈബിളിൽ അങ്ങനെ പറയുന്നതേയില്ല, അതായത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൂടാന്നുള്ളൊരു കൺസെപ്റ്റ് ബൈബിളിലില്ല. ഇപ്പോൾ യോസെഫിനെ നോക്കിയാൽ, യോസെഫ് ഭരണത്തിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തിൽ നന്മ ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ദാനിയേൽ, ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ, നെഹമ്യാവ്, ഇങ്ങനെയുള്ളവരൊക്കെ ഭരണത്തിൽ നിന്നുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, യു ആർ ദ സോൾട്ട് ആൻഡ് ലൈറ്റ്. ഇപ്പോൾ വെളിച്ചം എന്ന് പറയുമ്പം ഡാർക്ക്നെസ് ഉള്ളിടത്താണ് ഒരു ലൈറ്റ് കത്തേണ്ടത്. നാട്ടിൽ തന്നെ പ്രോമിനൻ്റ് കൺവെൻഷനിലൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ ടി ജെ ഷാമുവൽ, അതുപോലെ തന്നെ റവണ്ട് ബാബു ചെറിയാൻ, ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായത്തോട് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നത്. അപ്പം ബൈബിൾ പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്. അവിടെ ചെല്ലുന്നത് വരെ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സേവനം ചെയ്യേണ്ടവരാണ്. ഗവൺമെൻറ്റിനോട് ചേർന്നുകൊണ്ട് തന്നെ അത് ഏതെല്ലാം സ്ഥാനത്തിൽ മത്സരിക്കാമോ, നേരായ, നീതിയായ, ന്യായമായ മാർഗത്തിൽ കൂടെ മത്സരിച്ച്, കണ്ടില്ലേ മുസ്ലിം ലീഗ് ചെയ്യുന്ന കണ്ടില്ലേ, അവർക്ക് 5 മന്ത്രിമാരോ മറ്റോ. അപ്പം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് ആളുകൾ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് രാഹുലിൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ എൻ്റെ പറഞ്ഞത്, രാഹുലിനെ അറസ്റ്റ് ചെയ്തതിലുള്ള എൻ്റെ ഒരു ഞെട്ടലുണ്ടായ ഒരു അനുഭവമാണ് കഴിഞ്ഞ വോയിസിൽ പറഞ്ഞത്. അന്ന് ആ വോയിസിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, ഇടതുപക്ഷത്തെ പല MLA-മാരും മന്ത്രിമാരും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നവരെ, കുഞ്ഞു മുഹമ്മദ്, ഇങ്ങനെ ഒരുപാട് പേര്, ഞാൻ പേര് പറയണ്ട, കാരണം അതൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തില്ല. അവർക്കെതിരെയൊക്കെ ഈ പീഡന പരാതികളൊക്കെ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല. പക്ഷേ രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ ചാടിക്കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടു. ഇപ്പോൾ കോടതി എന്താണ് പറഞ്ഞതെന്ന് കണ്ടോ? കോടതിയുടെ പ്രസ്താവന അനുസരിച്ച് ആ ഒരു റേപ്പ് കേസ് നിലനിൽക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒബ്സർവേഷനാണ് കോടതി നടത്തിയിട്ടാണ്, എണ്ണി പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, 1-മത്തെയോ 2-മത്തെയോ 3-മത്തെയോ പരാതികളിലൊന്നും ആ പരാതി കൊടുത്ത ആ സ്ത്രീകളെ ആക്ഷേപിക്കാൻ ഞാൻ തുനിയുന്നില്ല. അവർ കൊടുത്ത പരാതിയെക്കുറിച്ചുള്ള വിധി കോടതി കൽപ്പിക്കട്ടെ, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എന്താണ് ഓരോ ആളുകളുടെ റെസ്പോൺസ്, കോൺഗ്രസ് പാർട്ടി ഇതിലെടുത്ത റോൾ എന്താണ്?
രാഹുലിൻ്റെ റെസ്പോൺസ് എന്താണ്, അതുപോലെ തന്നെ മീഡിയയുടെ റെസ്പോൺസ്, പബ്ലിക്കിൻ്റെ റെസ്പോൺസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വോയിസിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാഹുലിൻ്റെ ആ ഹാഷ്മിയായിട്ടുള്ള അഭിമുഖം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 100% കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹം നാളെയും ഒരു ജനപ്രതിനിധിയായിട്ട് മുമ്പോട്ട് വരേണ്ട ആളാണ്, ഇപ്പോഴും MLA ആണ്. അദ്ദേഹം ഒരു കാര്യം ഒരു മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ, പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അദ്ദേഹത്തിന് കള്ളം പറയാനായിട്ട് പറ്റത്തില്ല. ഒന്നാമത്, അദ്ദേഹം ഇതിനകത്ത് നിയമത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കെതിരായ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട്. പിന്നെ അദ്ദേഹം ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, വാട്ട് എവർ റിലേഷൻഷിപ്പ് ഹി ഹാസ്, ദാറ്റ് ഈസ് ഹിസ് പേഴ്സണൽ മാറ്റേഴ്സ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയോ പാലക്കാടുള്ളവരെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ളവരെയോ നമ്മുടെ കുടുംബക്കാരെയോ ഒന്നും ബാധിക്കുന്നതല്ല. എന്നാൽ അദ്ദേഹം ഒരു അതിക്രമം, ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം ഒരു റേപ്പോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ, അതുപോലെ തന്നെ സുൽസാർ പറയുന്ന പോലെ, രാഹുലിൻ്റെ ഭാഗത്ത് ചില ഒരു പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കൂടുതലും ആളുകൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന കേസുകളും, അദ്ദേഹം ഒരു ബാച്ചിലറായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ചില റിലേഷൻഷിപ്പിന് ശ്രമിച്ചു. ഇപ്പം വിവാഹം കഴിച്ച ഒരാളോട് റിലേഷൻഷിപ്പ് പാടില്ല എന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പം സിനിമാ മേഖലയിലെടുത്ത് നോക്കിക്കേ, സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വേറെ ആളിനെ വിവാഹം കഴിച്ചവരില്ലേ? അതുപോലെ തന്നെ വേറെ ആളുകളുടെ, ഞാൻ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, വേറൊരു വ്യക്തിയുടെ ഭാര്യയായിട്ടിരുന്ന ഒരാളെ വിവാഹം കഴിച്ചത് സിനിമാ മേഖലയിലല്ലേ? അതുപോലെ തന്നെ മന്ത്രിമാരിൽ നോക്കി, ഞാൻ അവിടെയും പേര് പറയുന്നില്ല, പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ, അവരൊക്കെ മുൻ ഭാര്യയെ ഉപേക്ഷിച്ച് പിന്നീട് വേറൊരു ആളിനെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച സ്ത്രീയും അവർക്ക് മുമ്പേ ഭർത്താവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ലല്ലോ. ഞാൻ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുകയോ, ഇപ്പം ഞാൻ നിൽക്കുന്ന ക്രിസ്തീയ സമൂഹത്തിൽ ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അതുപോലെ നിൽക്കണമെന്ന് വെച്ചാൽ പറ്റുമോ? അത് നടക്കില്ല. ഓരോ മതത്തിൽപ്പെട്ടവർക്കും ഓരോ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവർക്കും ഓരോ ഐഡിയോളജി ഉണ്ട്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ആരോപണങ്ങൾ മാത്രമാണ്. അത് കോടതി കണ്ടെത്തട്ടെ. ഇപ്പം ശ്രീനാഥ് കുഞ്ഞമ്മ പറയുന്ന പോലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഈ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തെ തള്ളിക്കളയാത്ത ഫെനിനൈനാൻ പറയുന്ന പോലെ രാഹുലിൻ്റെ ഭാഗത്ത് അവരൊക്കെ കൂടെ നിന്നു. കേരളത്തിലെ ജനങ്ങൾ, ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അല്ലെ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഇത്രയും ഒരു പബ്ലിക് സപ്പോർട്ട് കിട്ടിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഷാഫി പറമ്പലിനും അതുപോലെ സപ്പോർട്ടുണ്ട്. വേറെ ഏത് കോൺഗ്രസ് ലീഡേഴ്സിന് ഇത്രയും സപ്പോർട്ട് കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്, പ്രത്യേകിച്ച് ഈ അഭിമുഖം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഇവിടെ നിങ്ങളുടെ അവിടുത്തെ രാത്രിയിൽ ഇവിടെ രാവിലെ ഉണ്ടെന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒക്കെ നോക്കുമ്പോൾ ഞെട്ടുകയാണ്. കാരണം ഈ രാഹുലിൻ്റെ വിഷയമല്ലാതെ വേറെ ഒന്നുമില്ല. രാഹുലിനെക്കുറിച്ച് വരുന്നതായ ആ ഓരോ അഭിമുഖം, ഓരോ യൂട്യൂബ് വീഡിയോയുടെ താഴെ 10,000 പേരാണ് അതിനകത്ത് കമൻ്റ് ഇടുകയും ലൈക്ക് ഇടുകയും ചെയ്യുന്നത്. ഇത് VD സതീശനായാലും കോൺഗ്രസ്സുകാരായാലും ഗവൺമെൻറ് ആയാലും കാണേണ്ടത് വളരെ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെതായ രാഹുലിൻ്റെ റെസ്പോൺസിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, നിയമത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം മുമ്പ് നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പല വീഡിയോയിലും ഓഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സീക്വൻസ് മറന്നു പോകരുത്. ഇതിൻ്റെ ഈ പ്രോബ്ലം ഇതുണ്ടാകുന്നത് ആദ്യം മീഡിയയിലൊക്കെ കുറച്ച് വോയിസൊക്കെ ഇങ്ങനെ വരുന്നു, റിപ്പോർട്ടറൊക്കെ കുറച്ച് വോയിസ് ഇടുന്നു. നമ്മൾ പെട്ടെന്ന് ഞെട്ടുകയാണ് ഈ വോയിസൊക്കെ കേട്ടിട്ട്, ഇത് രാഹുലിൻ്റെ ആണോ എന്നൊക്കെ മീഡിയക്കാർ ചോദിച്ചുകൊണ്ട് നടക്കുന്നു. അതിനുശേഷം നമ്മളെന്താ കാണുന്നത്? നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് പോയി നോക്കിക്കേ.
പെട്ടെന്ന് എറണാകുളത്ത് ഒരു വാർത്താ സമ്മേളനം നടക്കുന്നു. അവരിപ്പോഴും പറയുന്നത് ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ഇത് മനുഷ്യനെ കളിയാക്കുന്നതിന് തുല്യ. കാരണം ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ നമ്മുടെ നിയമസഭയിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഈ കടക്കൂപ്പുറത്ത് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇവർ രാഹുലിൻ്റെ പേര് പറഞ്ഞില്ല, ആരോപണം പറഞ്ഞപ്പോൾ ഹൂ കേഴ്സ് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അവർക്ക് 24 മണിക്കൂറിനകം ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതിനുശേഷം രാഹുലിൻ്റെ ഏത് വിഷയം ടി വിയിൽ ചർച്ച ചെയ്താലും ഇവരവിടെ വരുന്നു. ഇവിടെ അവർ വന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തിനാണ്? അദ്ദേഹം രാഹുലിനെ കുറിച്ചല്ല പറയുന്നതെങ്കിൽ അദ്ദേഹം ടി വിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നല്ലോ. പേര് പറഞ്ഞില്ലെങ്കിലും രാഹുലിനെ കുറിച്ചാണ് അവർ പറയുന്നത് എന്ന് പബ്ലിക്കിനെ, എനിക്ക് സഹിതം മനസ്സിലാകുന്ന രീതിയിൽ അവർ പറഞ്ഞു തുടങ്ങി. അവരാണ് ആദ്യം മീഡിയയുടെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ അവരാരാണ്? അവരെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ആ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകളെപ്പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. അത് ശരിയാണ്, അവർ നമ്മൾ കേക്ക് മുറിക്കുന്നതൊക്കെ നമ്മൾ പിക്ചറിൽ കൂടെ കണ്ടതാണ്. ഇവരും പറയുന്നു വി ഡി സതീശൻ എൻ്റെ പിതൃ തുല്യനാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു നോട്ടത്തിൽ പോലും നമുക്ക് വിഷമമുള്ളൊരു കാര്യം ഉണ്ടാകുകയില്ല. അത് യുവതണി മാത്രം പറഞ്ഞാൽ പോരാ, പറവൂരെന്നുള്ള വേറൊരു തരകേശൻ്റെ ഭാര്യയായിട്ടൊരു വീഡിയോ കൂടെ അതിപ്പോഴും ഇങ്ങനെ ആളുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. അവരും പറയുന്നതും കൂടെ കേൾക്കണം ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു ഉള്ളത്. ഇദ്ദേഹം നടി മാത്രം പറഞ്ഞാൽ പോരാല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിതൃസ്ഥാനത്തും വി ഡി സതീശൻ മകളുടെ സ്ഥാനത്തും കാണുന്നവർ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. അതിനുശേഷം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡറായിട്ടുള്ള വി ഡി സതീശൻ അദ്ദേഹം വന്നിട്ട് മീഡിയയോട് പറയുന്നു, എൻ്റെ മകളുടെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്, ശക്തമായ നടപടി ഉണ്ടാകും, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇങ്ങനൊരു നടപടി എടുത്തല്ലോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പോയി. പിറ്റേ ദിവസം വന്നിട്ട് രാഹുൽ ആരാണ്? രാഹുൽ ഏറ്റവും ജനപ്രതിനിധിയുള്ള ഒരു ജന അംഗീകാരമുള്ള ഒരു നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, മീഡിയയിൽ വന്നിരുന്ന് എതിരാളികളെ അവരുടെ വായടപ്പിക്കുന്ന ശക്തനായ കോൺഗ്രസിൻ്റെ ഒരു വക്താവ്. ആ മനുഷ്യനെ ആ ദിവസം സെയിം ഡേയിൽ തന്നെ അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ പക്ഷേ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ആ ഫീഡ്ബാക്ക് ഒന്ന് എടുക്കുകയാണ്. അതിനുശേഷം പറഞ്ഞ് ഇനിയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം കേരള സമൂഹത്തോട് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഞങ്ങളോട് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, എൻ്റെ ബോധ്യത്തിൽ നീ എടുത്ത തീരുമാനം എൻ്റേതാണ് പറഞ്ഞേ. ഞാൻ മുമ്പ് ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേതല്ല, ഞാനാണ്, ഇദ്ദേഹമാണ് എല്ലാം എന്നുള്ളൊരു ചിന്തയാണ്. ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ്. അറബിക്കടൽ കേരളത്തിലുള്ള എല്ലാവരും കൂടെ വന്നാലും അറബിക്കടൽ ഇരച്ച് വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന് മാറില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാകേണ്ടത്? അന്ന് കേസുണ്ടായിരുന്നു? ഇല്ല. പരാതിക്കാരുണ്ടായിരുന്നു? ഇല്ല. അന്ന് ശ്രീകണ്ഠനെ പോലുള്ളവരും ഷാഫിയൊക്കെ പറഞ്ഞു പരാതിക്കാരില്ല. ഈ ഒരു പ്രസ്താവന നടന്ന സമയം മുതലോ അല്ലെങ്കിൽ ഈ മീഡിയയിലെ ഓഡിയോകളൊക്കെ വന്ന സമയം മുതൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ വന്നു. എന്തോ ഒരു നാണക്കേടാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോഴേ അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് കാര്യമായിട്ട് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ്, പരാതിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം, നിങ്ങൾക്ക് സേഫ്റ്റി തരാം. എന്നിട്ട് അദ്ദേഹം ഒരു ക്രൈംബ്രാഞ്ചിനെ അങ്ങ് നിയോഗിക്കുകയാണ്. അവർക്ക് സമ്മർദ്ദം, ശശിയുടെയൊക്കെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ എംഎംഹസസും പറഞ്ഞതിൻ്റെ കൂട്ട് പരാതിക്കാരുണ്ടോ അതുകൊണ്ടൊരു 3 മാസം അവർ കേരളം മുഴുവൻ അവർ നടന്നു. ഈ ഓഡിയോ ആരുടെയാണെന്നൊക്കെ മനസ്സിലാക്കി ആ പെൺകുട്ടികളെ വിളിച്ച് പല പ്രാവശ്യം അവരോട് പരാതി കൊണ്ട് എഴുത അവർ പരാതി ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നാണ് എല്ലാവരും. പക്ഷേ ഒടുവിൽ
രാഹുൽ പാലക്കാട് സജീവമാകുന്നു, അദ്ദേഹത്തിന് ജനപ്രീതി കിട്ടുന്നു എന്നറിഞ്ഞപ്പോൾ ശത്രുക്കൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ളവരും ഭരണപക്ഷവും ഇളകിയിട്ട് പെട്ടെന്ന് പരാതി വരികയാണ്. പരാതി വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? വി ഡി സതീശന് വേണ്ടി ചാവേറായിട്ട് സംസാരിക്കുന്ന, പണ്ട് മുരളീധരനെതിരായിട്ട് സംസാരിച്ച, ചെന്നിത്തലയ്ക്കുമൊക്കെ എതിരായിട്ട് സംസാരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ റീലിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് MP, അദ്ദേഹം വന്ന് രാഹുലിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇപ്പോഴും എൻ്റെ ചോദ്യം, കോൺഗ്രസ് നേതാക്കന്മാരോടുള്ള ചോദ്യം, ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ അത് ഈ മഹിളാ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരോ, അല്ലെ രാജ്മോഹനെ പോലെയുള്ളവർ, അല്ലെ മുരളിയെ പോലുള്ളവർ, കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ്, യുവ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു വീഴ്ച വന്നെന്നിരിക്കട്ടെ, ആ സമയത്ത് ഇവരെല്ലാം മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പറയുകയാണോ ചെയ്യേണ്ടത്? ഇപ്പം തന്നെ മുകേഷിന് എൻ്റെ എതിരെ ശക്തമായ പരാതികളുണ്ടായിരുന്നു, കാര്യമായിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള. ഏതെങ്കിലും ഇടതുപക്ഷത്തെ സംഘടനകളോ ആരെങ്കിലും അദ്ദേഹത്തെ ഇതുപോലെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു? ഇല്ലല്ലോ. ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാരും സപ്പോർട്ട് ചെയ്യണമെന്നല്ല, കോടതി അത് വിധിക്കട്ടെ. കോടതി വിധിക്കുന്നത് വരെ സാവകാശം കൊടുക്കണം. ഇപ്പോൾ രാഹുലിൻ്റെതായിട്ടുള്ള ആ റെസ്പോൺസിൽ രാഹുൽ രണ്ടാമത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഓഡിയോയിൽ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. അതായത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് ഒരു യുവനടി വന്ന് വിളിച്ചു പറയുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അത് ഗീവ് ഹിം എ ചാൻസ് ടു പ്രൂവ് ഹിസ് സൈഡ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെ ചില പരാതികൾ വന്നിട്ടുണ്ട്, 2 ആഴ്ചയ്ക്കകം നിങ്ങൾ വിശദീകരണം തന്നില്ലേ, നിങ്ങൾ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളൊരു നോട്ടീസ് അദ്ദേഹത്തിന് റിട്ടേൺ ആയിട്ട് കൊടുക്കണ്ടേ? അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റല്ലേ, അല്ല സാധാരണ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ഒന്നും ഒരാളല്ലല്ലോ, കേരളത്തിൻ്റെ ഓൾ കേരളയുടെ യൂത്ത് പ്രസിഡൻ്റല്ലേ. അപ്പോൾ അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുന്നു, ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ മിസ്റ്റർ വി ഡി സതീശൻ ഈ യുവ നേതാവിന് വിശദീകരണത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാൻ ഒരവസരം കൊടുത്തില്ല. അപ്പം കെ സുധാകരൻ തന്നെ രാഹുലിൻ്റെ ഭാഗം കേട്ടത് അദ്ദേഹം ഫോണിൽ കൂടെ വിളിച്ചിട്ടാണ്. എന്നിട്ട് കെ സുധാകരൻ പറഞ്ഞു, കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നെനിക്ക് മനസ്സിലായി എന്ന് കെ സുധാകരൻ, ഒരു പ്രോമിനൻറ്റ്, വി ഡി സതീശനേക്കാൾ ഒരു 10 times മുകളിൽ നിൽക്കുന്ന ഉന്നതനായ കേരളത്തിലെ ജനസമൂഹങ്ങൾ ഞങ്ങൾ സഹിതം അംഗീകരിക്കുന്ന ഒരു ലീഡർ വന്ന് പറയണമെങ്കിൽ, ഒരു 10-70 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഒരു മനുഷ്യൻ പറയണമെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ബോധ്യമുണ്ടായിട്ടല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉള്ള കാര്യങ്ങൾ കേട്ട് അദ്ദേഹം നിഷ്കളങ്കനാണെന്നൊരു ബോധ്യം, നമ്മുടെ ഈ 3ാമത്തെ പരാതിയിൽ കോടതിക്കുണ്ടായ ബോധ്യം പോലെ അദ്ദേഹത്തിന് ഒരു ബോധ്യം ഉണ്ടായി. പക്ഷേ അങ്ങനൊരു ചാൻസ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തു ഈ പരാതി വന്നപ്പം ഇല്ല. അതിനുശേഷം നമ്മളെന്താ കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് രാഹുൽ പാലക്കാട്ടേക്ക് പോകുന്നു, അവിടെ വീടുകൾ പണിയുന്നു, അവിടെ വളരെ ആക്റ്റീവാകുന്നു, ജനങ്ങൾ ഓടിക്കൂടുന്നു, അമ്മമാരെ പോയി കെട്ടിപ്പിടിക്കുന്നു, സ്ത്രീകളെ ഓടി സെൽഫി എടുക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യൽ മീഡിയയിലെല്ലാം രാഹുലിന് ഭയങ്കര സപ്പോർട്ടുണ്ടാകുന്നു. രാഹുലിനെ തിരിച്ചെടുക്കണം, അദ്ദേഹത്തിന് ആ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം തിരിച്ചു കൊടുക്കണമെന്ന് മുറവിളി ഉണ്ടാകുന്നു. ആരും കേട്ടില്ല. വേണുഗോപാൽ കേട്ടില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ സഹായിക്കണമെന്നുണ്ടായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ അനങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വി ഡി സതീശൻ ഇങ്ങനെ ഈ റീലിട്ട് കളിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തോളം വേണുഗോപാലിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ വേണുഗോപാലിന് സപ്പോർട്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ വി ഡി സതീശൻ രാഹുലിനെതിരായി തീർന്നതെന്നാണ് പല മീഡിയയിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ പാലക്കാട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോഴേക്ക് എന്ത് ചെയ്തു? KPCCക്ക് ഇദ്ദേഹത്തെ തിരിച്ചെടുത്താൽ, ആ സസ്പെൻഷൻ പിൻവലിച്ചാൽ കൊള്ളാമെന്നൊരു ചർച്ച വന്നു. ഇതൊക്കെ ഞാൻ പലരോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പല നേതാക്കന്മാരോട് നല്ല ബന്ധം നമുക്കുണ്ട്, അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. KPCCയിൽ അങ്ങനൊരു ചർച്ച വന്നപ്പോഴത്തേനും പെട്ടെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് 1ാമത്തെ പരാതിയിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ
അദ്ദേഹത്തെ തിരിച്ചെടുക്കണം എന്നുള്ളൊരു സംസാരം വന്നപ്പോൾ ആ ജാമ്യത്തിൻ്റെതായ പ്രധാന വിധി വരുന്നതിൻ്റെ തലേദിവസം എന്ത് ചെയ്യുന്നു, രണ്ടാമതൊരു പരാതി വരുന്നു. ആ രണ്ടാമത്തെ പരാതിക്കകത്ത് ഒരു കാര്യവുമില്ല, കഴമ്പുമില്ല. ആ പരാതിക്കാരിയെ പോലും കാണുന്നില്ലെന്നാണ് പറയുന്നത്, അല്ലേ? ആ പരാതി എവിടെ കൊടുക്കുന്നത്? വർഷങ്ങൾക്ക് എങ്ങാണ്ട് മുമ്പ് നടന്നെന്ന് പറഞ്ഞൊരു സംഭവം. അതും രാഹുൽ ഇതിനകത്ത് വന്നിട്ട് അങ്ങനൊരു വ്യക്തിയെ എങ്ങും വെച്ച്, ഹോട്ടലിൽ വെച്ചോ അല്ലെങ്കിൽ ഹോം സ്റ്റേയിൽ വെച്ച് കാണുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. കാരണം അദ്ദേഹത്തെ എല്ലാവരും ഇട്ട് ക്രൂശിക്കുകയല്ലേ. ഇത്രമാത്രം ത്യാഗം സഹിച്ച ഒരാൾ കാണത്തില്ലല്ലോ, ജയിലിൽ കിടക്കേണ്ട വന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇനിയിപ്പം അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. ഈ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ ആ മനുഷ്യനെ നാണം കെടുത്തി ആക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മ എന്ത് കരഞ്ഞു കാണും, എത്ര ഉറക്കമില്ലാത്ത രാത്രി ആ അമ്മയ്ക്ക് വന്ന് കാണും. ഈ മനുഷ്യന് എത്രമാത്രം അദ്ദേഹം അനുഭവിച്ചു. അദ്ദേഹം ഇനി ഒരു 10 വർഷം തടവിൽ കിടന്നാൽ കിട്ടുന്നതിനേക്കാൾ വേദനയും മാനസികമായും ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ സഹോദരി ഇവരെല്ലാം സഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം 4 വാക്ക് പറയുമ്പോൾ മീഡിയക്കാരും ഇവരെല്ലാം കൂടെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ തലചാടി കടിക്കാൻ ചെല്ലേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് പറയാനുള്ളവരോട് പറയട്ടെ. കോടതി ലക്ഷ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ്സിലേക്ക് തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ഇത് വന്നപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അതിൻ്റെ തലേദിവസം പെട്ടെന്ന് KPCCക്ക് ഒരു പരാതി കിട്ടുകയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു, ഇറ്റ്സ് എ വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈൻറ്റ്. അത് വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ ബുദ്ധിയുള്ള ഒരു പരാതിക്കാരി നിഷ്കളങ്കമായി എഴുതിയ ഒരു പരാതിയല്ല. ഇതിൻ്റെ പിന്നിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഗൂഢാലോചനയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ ചാടി വീണത് ആരാണ്? ചാടി വീണത് ഇടതുപക്ഷമല്ല, VD സതീശൻ എന്ന് പറഞ്ഞ മാന്യനായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹമാണ് ചാടി വീണിട്ട് സണ്ണി ജോസഫിൻ്റെ തലക്കടിച്ചുകൊണ്ട് പറഞ്ഞു, വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെങ്കിൽ എന്താണ് പ്രശ്നം? പരാതി അങ്ങനെ ആയിരിക്കണമല്ലോ, വെൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കണമല്ലോ, അതിനെന്താണ് കുഴപ്പമെന്നുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഈ അപ്പൻ ഇല്ലാതെ ഒരമ്മ വളർത്തിയ അവൻ്റെ യൗവനം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി അവൻ ചെലവഴിച്ച അടികൊണ്ട് രക്തമൊലിപ്പിച്ച് അവൻ സമരങ്ങൾ നടത്തി. അവൻ ഇന്നലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആളല്ലല്ലോ, അദ്ദേഹം പല പദവികളിരുന്ന് KSUവിലും ഒക്കെ കൂടെ വന്ന ആളല്ലേ. അപ്പം ഈ കോൺഗ്രസിൻ്റെ പ്രോമിനൻ്റ് ലീഡേഴ്സായിട്ടുള്ള പിന്നെ MM ഹസനോ അല്ലെങ്കിൽ തിരുവഞ്ചൂരിനോ ബെന്നി ബെഹനാനോ ഇവർക്കാർക്കും രാഹുലിനെ അറിയത്തില്ലേ? അദ്ദേഹം സ്കൂൾ തലം തൊട്ട് കോളേജ് തലം തൊട്ട് പ്രവർത്തിച്ചു വന്ന ആളല്ലേ. അദ്ദേഹം കാണുന്ന സ്ത്രീകളെല്ലാം അങ്ങ് റേപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറും കൂടെ മനസ്സിലാക്കിയിട്ടല്ലേ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? അല്ലെങ്കിൽ പാലക്കാടേക്ക് മത്സരം ഒരു ശക്തമായ ഒരു മത്സരം അവിടെ വന്നപ്പോൾ ഒന്നീ ഷാഫി അല്ലെങ്കിൽ രാഹുൽ അവരിൽ നിന്നാലേ ജയിക്കത്തുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് വന്നുകൊണ്ടല്ലേ ഇവരെല്ലാം കൊണ്ടുപോയത്. അപ്പോൾ ഇദ്ദേഹം സ്വഭാവ ദൂഷ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്തിനാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയത്? ഈ ചോദ്യം ഞാൻ മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചൊരു മനുഷ്യനെ ആക്രമിക്കാൻ ആദ്യം തൊട്ട് കുന്തവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്, അപ്പോൾ അതിൽ മുൻ സ്ഥാനത്ത് നിന്നിട്ടുള്ളത് VD സതീശനാണ്. അദ്ദേഹത്തിന് വേണ്ടി ചാവേറ് പോലെ സംസാരിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടയ്ക്ക് പറഞ്ഞു, അവൻ അധികം കളിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ അങ്ങ് വിളിച്ചു പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതാണ്ട് വലിയ സീരിയസ് കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്, എത്ര പരാതി ഉണ്ടെന്നുള്ളത്. ഇനിയും ചില പരാതികൾ വന്നേക്കാം. പക്ഷേ ഒരു പ്രായമുള്ള 10-70 വയസ്സെങ്കിലും കാണത്തില്ലേ ആ ഉണ്ണിത്താൻ. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ, രാഹുലിനെ പോലെ കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെതിരെ ഇങ്ങനെ ചീറി സംസാരിക്കാൻ എന്താണ് അദ്ദേഹത്തിന് ഇത്ര കോപം? എന്താണ് അദ്ദേഹത്തിന് ഇത്ര ദേഷ്യം രാഹുലിനോട്? അദ്ദേഹം പറഞ്ഞു ഞാനെല്ലാം വിളിച്ചു പറഞ്ഞു കളയും. അങ്ങനെയാണോ ഒരു പ്രായമുള്ള ഒരു MP സംസാരിക്കേണ്ടത്? കോൺഗ്രസിൽ ഉള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർക്ക് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവരെ വിളിച്ച് സംസാരിക്കണ്ടേ? പാർട്ടിയുടെ അകത്തല്ലേ അവരെ വിസ്തരിക്കേണ്ടത്? അതിനുശേഷം കേസുണ്ടേ കേസിൻ്റെ വഴിക്ക് പോകട്ടെ. ഞാൻ കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനോട് ചോദിക്കുകയാണ്, അമേരിക്ക ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ യൂത്ത് മഹിളാ കോൺഗ്രസിൻ്റെ ലേഡീസും ഇവർ ഉണ്ണിത്താനും ഇവരെല്ലാം കൂടെ എന്തിനാണ് ഈ തെരുവിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? തെറ്റല്ലേ? എന്തിനാണ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തത്?
എന്തിനാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക. ജാമ്യം കിട്ടുമെന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ അതിൻ്റെ തലേദിവസം പെട്ടെന്നൊരു പരാതി വരുന്ന ആർക്കാ? KPCCക്കാണ് വരുന്നത്. കാരണം KPCCയിലാണ് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നുള്ള ചർച്ച വന്നത്. സണ്ണി ജോസഫിൻ്റെ അടുത്ത് ഫോഴ്സ് ചെയ്ത് കണ്ണുടപ്പിച്ച്, സണ്ണി ജോസഫ് ചെയ്തതല്ല, അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആ പരാതി നേരെ DGPക്ക് കൊടുത്തു. എന്തിനാണ്? പിറ്റേ ദിവസം ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി. അതുമാത്രമല്ല, VD സതീശൻ്റെ മറ്റൊരു ചാവേറായ മുരളീധരൻ മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരും. നിങ്ങൾ ആലോചിക്കുക, രണ്ടാമത്തെ പരാതിക്കകത്ത് യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് കോടതി ഇപ്പം ജാമ്യം കൊടുത്തിരിക്കുന്നത്. ആ പരാതിയുടെ വെളിച്ചത്തിലാണ് ആര് ഇപ്പം നേമത്തോ മറ്റോ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ മുരളീധരൻ വന്നു നിന്ന് മീഡിയയുടെ മുമ്പിൽ ഈ പാവപ്പെട്ട ചെറുക്കനെ ആക്ഷേപിച്ചത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരും, കാണുന്നിടത്തെല്ലാം കയറി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ഒരു മനസ്സാക്ഷി എന്ന് പറയുന്നൊരു ഇത് വേണം, ഒരു മര്യാദ വേണം ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. ഐ വുഡ് സേ ദിസ് ഈസ് ടു മച്ച്. ഒരു ചെറുപ്പക്കാരനോട് ഇതിനപ്പുറം ഇനി അദ്ദേഹത്തിന് ഒരു ജയിലും കിട്ടാനുള്ള ഒരു ശിക്ഷയും കിട്ടാനില്ല. വളരെ മാക്സിമം ആയിപ്പോയി ഇവരെല്ലാം കൂടെ അദ്ദേഹത്തോട് ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് നമുക്കൊക്കെ ആശ്വാസവും തോന്നി. ഇത് ഒന്നാമത്തെ കേസിൽ തിരുവനന്തപുരത്തു നിന്ന് സെഷൻ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല. പക്ഷേ ഹൈക്കോർട്ടിൽ ചെന്നപ്പോൾ ഹൈക്കോർട്ട് കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് നോ ടു അറസ്റ്റ് എന്നുള്ള ഓർഡർ അവർ പുറപ്പെടുവിച്ചു. എന്താണെന്നറിയാം, അവരുടെ ഒബ്സർവേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് റേപ്പ് കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കത്തില്ല എന്നൊരു തോന്നൽ വന്നാണ് നോ ടു അറസ്റ്റ് കൊടുത്തത്. ഇപ്പോഴും അതിൻ്റെ വിധി രാഹുലിന് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം അതുമാത്രമല്ല, മൂന്നാമത്തെ കേസിൽ പത്തനംതിട്ടയിൽ ശക്തമായിട്ടാണല്ലോ വാദം നടന്നത്. അതിനകത്ത് കോടതിയുടേതായ പ്രസ്താവനകൾ നമ്മുടെ ഒരുപാട് മീഡിയാസ് അത് ചർച്ച ചെയ്തു. മീഡിയാസ് ചർച്ച ചെയ്തില്ല, ഏഷ്യാനെറ്റ് തുടങ്ങി 24 റിപ്പോർട്ടർ ഒന്നും ചർച്ചയില്ല. കാരണം ഏഷ്യാനെറ്റ് വരെ രാഹുലിനെതിരായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ് ചില ചർച്ചകൾ കണ്ടിട്ട് അതിനകത്ത് വിളിച്ച് ചർച്ച ചെയ്യിപ്പിക്കുന്ന ആരെയാണ്? ഇവരെല്ലാം VD സതീശൻ്റെ ആളുകളാണ്. VD സതീശൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണോ അതോ ഇനി അദ്ദേഹത്തോടുള്ള പ്രീതി കൊണ്ടാണോ അറിയത്തില്ല, അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് രാഹുലിനെ ക്രൂശിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഏഷ്യാനെറ്റിൽ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകൾ ഈ ഏഷ്യാനെറ്റ് കാണുമായിരുന്നു. ഇപ്പം ഏഷ്യാനെറ്റ് വെക്കാറേ ഇല്ല. കാരണം ഏഷ്യാനെറ്റ് മാത്രം ഞാൻ വർഷങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വിഷയം വന്നേ പിന്നെ ഏഷ്യാനെറ്റ് രണ്ട് ഭാഗവും ഒരു ചർച്ച നടത്തട്ടെ. പക്ഷേ അവർ ബയസായിരിക്കരുത്. അവർ രണ്ട് ഭാഗവും പ്രസൻറ്റ് ചെയ്യണം. അല്ലാതെ ഒരാളെ അങ്ങോട്ട് അടിച്ചമർത്തി ആക്ഷേപിച്ച് അതിജീവിതകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ പരാതി കൊടുത്തവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുക, അത് ശരിയല്ലല്ലോ. ഇപ്പോൾ ചിലർ പറയും ഞാൻ അവളോടൊപ്പമാണ്. ഈ അവളോടൊപ്പം എന്ന് പറയുന്ന മീഡിയക്കാരാണെങ്കിലും, പക്ഷേ ഈ അവളോടൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ ഈ വാളയാറുള്ള കുഞ്ഞുങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ ഈ എവിടെയെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ MLA-മാർ, മന്ത്രിമാർ, ഇടതുപക്ഷത്തുള്ള ആളുകൾ, അവരുടെയൊക്കെ എതിരായിട്ട് വന്നിട്ടുള്ള ആ പരാതികളിലും അവളോടൊപ്പം തന്നെ നിൽക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ കോടതിയുടെ ഒരു ഒബ്സർവേഷൻ നമുക്കൊക്കെ ഒരു രാഹുലിൻ്റെ വിഷയത്തിൽ സപ്പോർട്ട് പറഞ്ഞ് എന്നെപ്പോലെയുള്ളവർക്ക് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു. അത് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിൻ്റെ കൂട്ടുകാരൻ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയുന്ന കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സുഹൃത്തിന് വേണ്ടി ആ ചെറുപ്പക്കാരൻ അവന് വരുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് നടപടികളോ ഒന്നും പ്രതീക്ഷിക്കാതെ ഫെനിനൈനാൻ, അതുപോലെ തന്നെ ഒരു പെമ്പുലി, ആ കുഞ്ഞമ്മ എന്ന് പറയുന്ന ആ പ്രതിനിധിയാണ്. അവർ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കണ്ടില്ലേ. അവർ പറഞ്ഞപ്പോഴല്ലേ നമുക്ക് ഈ VD സതീശൻ്റെ മകളെപ്പോലെ കാണുന്ന നടിയുടെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലായത്. രാത്രിയിലൊക്കെ കോൾ ചെയ്യുമായിരുന്നതൊക്കെ അവർ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിയില്ലേ. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചത് രാഹുലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റി കാണും, അദ്ദേഹം ഹോട്ടലിലേക്ക് വിളിച്ച് കാണും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കുഞ്ഞമ്മ പറഞ്ഞപ്പോഴും ഇന്നലെ രാഹുൽ അഭിമുഖത്തിൽ പറഞ്ഞപ്പോഴും നടി തൃശ്ശൂർ ചെന്നു, പാലക്കാട് ചെന്നു, അമ്മയുടെ ബർത്ത്ഡേക്ക് വിളിക്കുന്നു, ഇതൊക്കെ കേട്ടിട്ട് സത്യത്തിൽ നമുക്ക് കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനോട്
സത്യത്തിൽ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഈ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ യൂത്ത് സംസ്ഥാന നേതൃത്വം തെറിപ്പിച്ചത്, അദ്ദേഹത്തെ പുറത്താക്കിയത് അല്ലേ? അതിനകത്തൊന്നും കഴമ്പില്ല എന്ന് 1 by 1 ആയിട്ട് നമ്മൾ ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ അടുത്തൊരു ഇലക്ഷനിലേക്ക് പോവുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ എം വി ഗോവിന്ദനോടോ അല്ലെങ്കിൽ നമുക്ക് ബിനോയ് വിശ്വത്തോടോ ഒക്കെ ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു സമൂഹത്തോട് ചെയ്യുന്നത്? ഇപ്പം ഞാനീ സംസാരിക്കുന്നത് രാഹുലിന് വേണ്ടിയല്ല, ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് ഇറ്റ്സ് എ സോഷ്യലിസ്റ്റ് ഇഷ്യൂ. ഇത് സമൂഹത്തെ ബാധിക്കുന്ന, കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പം നിങ്ങൾ കേരളത്തിൽ നോക്കിക്കേ, നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന എന്നെ വരെ സ്വാധീനിച്ച, അപ്പോൾ എന്നെ സ്വാധീനിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു കാലിബറാണ്, അദ്ദേഹത്തിൻ്റെതായ പൊട്ടൻഷ്യലാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് ഒന്നത്. 2, അദ്ദേഹം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അവന് ജോലി ചെയ്താലേ ബിസിനസ് ചെയ്ത് ജീവിക്കാം. പക്ഷേ അവൻ സമൂഹ സേവനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഒരു പിതാവ് നഷ്ടപ്പെട്ട ഒരു മകൻ വരുമ്പോൾ അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുക്കണ്ടേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ട അടിച്ച് ഒതുക്കി. ഞാൻ മുമ്പ് ഒരു ഓഡിയോ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ, കോൺഗ്രസ്സിലെ വയസ്സ് എന്ന ആളുകൾ ചെറുപ്പക്കാരായിട്ടുള്ള രാഹുലിനെ പോലെ, ഷാഫിയെ പോലെ, അല്ലെ ഫിറോസിനെ പോലെ, ചാണ്ടി ഉമ്മനെ പോലെ ഉള്ള ആളുകൾ അവർ മുമ്പോട്ട് വരുമ്പോൾ, അവർ വന്നാൽ ഞങ്ങളുടേതായിട്ടുള്ള സീറ്റ് പോകും, കസേര പോകും, സ്ഥാനം പോകുമെന്ന് മനസ്സിലാക്കിയ ആളുകൾ, രാജ്മോഹൻ മാത്രമല്ല, മുരളി, രമേശ് ചെന്നിത്തലയാണെങ്കിൽ പെരുന്നേൽ ചെന്നപ്പം ഇല്ല എന്തോ നമുക്ക് ഈ നമ്മൾ നടന്നു പോകുമ്പോൾ ചാണകത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോകത്തില്ലേ ചവിട്ടാതിരിക്കാൻ, അതുപോലെ രാഹുലിനെ കണ്ടപ്പം അദ്ദേഹം തിരിച്ചു പോകുന്നു. സത്യത്തിൽ വിഷമമാണ് തോന്നിയത്. ഇനി ഇദ്ദേഹം തെറ്റ് ചെയ്ത ഒരാളാണെങ്കിലും ഇത്രയും നാൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളല്ലേ, ഒന്ന് കൈ കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം രാഹുലിനോട് വളരെ ദോഷം ചെയ്തു. എന്ന് മാത്രമല്ല, നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്പോൺസ്, CBIക്കാരാണെങ്കിലും ബിനോയ് വിശ്വമൊക്കെ നല്ല മനുഷ്യരാണ്, അവരൊക്കെ ചിന്തിക്കേണ്ടത്, ഈസ് ദിസ് യുവർ അപ്രോച്ച് ടു ദ കമ്മ്യൂണിറ്റി? നാളെ നിങ്ങൾ ഭരണത്തിലേക്ക് വരാൻ പോവുകയാണല്ലോ. ഒരു ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് ഒരു പരാതി വന്നാൽ ഉടനെ അവനെ പിടിച്ച് ജയിലിലിടുക, ഇതാണോ നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നയം? എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ മെഷീനറി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്, പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പാതിരാത്രി പോയി പിടിച്ചു കൊണ്ടുവന്ന് ജയിലിലടയ്ക്കുക, ഇതാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നാളെ ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു പരാതി വന്നാലും ഇങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ഞാൻ മുമ്പ് ചോദിച്ചതിൻ്റെ കൂട്ട് തന്നെ, എന്താണ് ആ ഒരു ജസ്റ്റിസ്, ആ ഒരു നീതി കുഞ്ഞുമുഹമ്മദിൻ്റെ കാര്യത്തിൽ എടുക്കാതിരുന്നത്? അല്ലെങ്കിൽ പിന്നെ ഈ മറ്റ് പല MLA-മാരുടെ കാര്യത്തിൽ, മുകേഷിൻ്റെ കാര്യത്തിലോ ഗണേഷിൻ്റെ കാര്യത്തിലോ, അതുപോലെ തന്നെ കമ്മീഷൻ്റെ, ഹേമ കമ്മീഷൻ്റെ അത് 1 വർഷത്തിലധികമായിട്ട് അത് പൂത്തിവെച്ചില്ലേ? അതിൽ റിയൽ റേപ്പിൻ്റെ പരാതികൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. ഒരു അന്വേഷണം നടന്നില്ലല്ലോ, ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് നിങ്ങളാണോ ഇനി അടുത്ത ഒരു ഇലക്ഷനിൽ വോട്ട് ചോദിക്കാൻ പബ്ലിക് സമൂഹത്തിന് മുമ്പിലേക്ക് പോകുന്നത്? ആര് നിങ്ങൾക്ക് വോട്ട് തരും? ഈ ഒരു ചെറുപ്പക്കാരനോട് ഈ ഒരു ചതി ചെയ്തിട്ട്, ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിൽ നിങ്ങൾക്ക് പരാജയം ഉണ്ടായതിൻ്റെ പ്രധാന കാരണം അമ്മമാരുടെയും സ്ത്രീകളുടെയും അവർ ഈ LDFന് എതിരായിട്ട് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഇത് തന്നെ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇനി രാഹുലിൻ്റെ പുറകെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ. ഇപ്പം I2A ന്യൂസിലേക്ക് വിളിക്കുന്ന ആളുകളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സാറേ ശരിയല്ലേ, 80-70% പേര് അമ്മമാരാണ്, സ്ത്രീകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മൈക്കും എടുത്ത് അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു 20 പേരുടെ അഭിമുഖം എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രം കട്ട് ചെയ്തിട്ടരുത്. നിങ്ങളൊരു സർവേ നടത്തി നോക്ക്, ഒരു മൈക്കുമായിട്ട് ഏതെങ്കിലും ഒരു മീഡിയ ഒന്ന് ഇറങ്ങി നോക്കിക്കേ. പക്ഷേ എല്ലാം ഇടണം, ബയസായിരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പബ്ലിക്കിൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻ ആണ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആസ്ട്രേലിയയിലുള്ളവരോടും അമേരിക്കയിലുള്ള മലയാളീസിനോടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്, ദുബായിലുള്ളവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് അദ്ദേഹത്തെ എന്ന് മാത്രമല്ല, ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ഗോ ടു ദ കോർട്ട്. അത് പോലീസിൻ്റെ ആയിട്ടുള്ള ഒരു നടപടി ഉണ്ടല്ലോ. ഇപ്പം കോടതി തന്നെ പറഞ്ഞില്ലേ, നടപടി പാലിക്കാതെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ ജയിലിലിട്ടെന്ന് പത്തനംതിട്ട
കോടതി പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടാകാതെ നീതിയുടെ ഭാഗത്ത് ഗവൺമെൻറ് നിൽക്കണം. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് നേരിട്ട് തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം, രാഹുൽ ആ അഭിമുഖത്തിൽ പറഞ്ഞതായ 1-2 കാര്യത്തിൽ നിന്ന് തന്നെ, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതിൽ നിന്ന് തന്നെ ഞാനും തുടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെ കേട്ടില്ല. കഷ്ടമല്ലേ? ഒരു യൂത്ത് പ്രസിഡൻ്റ് ആയിരുന്നിട്ടൊരാൾ പറയുകയാണ് കേട്ടില്ല. അദ്ദേഹം അപ്പോഴും സതീശനെ കുറ്റം പറഞ്ഞില്ല. സതീശനെ അദ്ദേഹം കേടുവരാത്ത രീതിയിൽ, ഇലയ്ക്ക് മുള്ളിന് കേടുവരാത്ത രീതിയിൽ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചില്ല. അങ്ങോട്ടല്ലല്ലോ സംസാരിക്കേണ്ടത്. രാഹുലിനെതിരെ ഒരു പരാതി വരുമ്പോൾ മീഡിയയുടെ മുമ്പിലല്ലല്ലോ അദ്ദേഹം വന്ന് സംസാരിക്കേണ്ടത്. വി.ഡി. സതീശൻ അദ്ദേഹം രാഹുലിനോടല്ലേ ആദ്യം സംസാരിക്കേണ്ടത്, അല്ലേ? പക്ഷേ രാഹുൽ പറയുകയാണ്, ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടി KPCCയോ പ്രസിഡൻറ്റോ വി.ഡി. സതീശനോ സമയം കണ്ടെത്താതെ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരിവരും പറഞ്ഞതെല്ലാം കൂടെ വെച്ചുകൊണ്ട്, ഊഹാഭോഗത്തിൻ്റെ പേരിൽ പറഞ്ഞ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരനെതിരെ ഒരു നടപടിയെടുത്തു. ഞാൻ പറയുന്നത്, അടുത്തതായ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വരല്ലേ എന്ന് ഇടതുപക്ഷക്കാർ പോലും ആഗ്രഹിക്കുന്നുണ്ട്. M.E. ഗോവിന്ദൻ വരെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഞാൻ പറയും, രാഹുലിൻ്റെ വിഷയത്തിൽ നീതി കാണാതെ, അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാതെ, അല്ലെങ്കിൽ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ഈ ഉമ്മൻചാണ്ടിയെ 2ാമത്തെ ഭരണത്തിൽ നിന്ന് തടഞ്ഞ, അദ്ദേഹത്തെ ഒരു പ്രതിപക്ഷ നേതാവ് പോലെ ആക്രമിച്ചുകൊണ്ട് കിടന്ന ഈ വി.ഡി. സതീശൻ, അതുമാത്രമല്ല കെ സുധാകരനെ ഒതുക്കാൻ വേണ്ടി മൈക്കൊക്കെ തള്ളിക്കളഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഒതുക്കി അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുത്തിയ വി.ഡി. സതീശൻ, രാഹുലിനെ ആ സ്ഥാനത്ത് നിന്ന് പാര പണിത് ഓടിച്ച ഈ വി.ഡി. സതീശൻ, ഞാൻ പറയുന്നു, അദ്ദേഹം എത്ര റീലിട്ടാലും ഞങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഗ്രഹിക്കുന്നു, അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ മനുഷ്യനെ ഉയർത്തി കാണിക്കരുത്. കാണിച്ചാൽ ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. ഇനി ഞാൻ പറയും, ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന, അല്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പിതാക്കന്മാരുടെ കാലം തൊട്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവർ, സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങൾ പറയും, ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്, വോട്ട് ചെയ്യരുത്, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത്, പിണറായി വന്നോട്ടെന്ന് പറയും, മനസ്സിൽ നിന്നായി പറയുന്നത്. പക്ഷേ വേണുഗോപാലിനോട് എനിക്കിപ്പോൾ ബഹുമാനം തോന്നുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ശശി തരൂര് ഊതി ഉറപ്പിച്ച ബലൂണാന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ എതിർത്ത വി.ഡി. സതീശൻ, കെ സുധാകരനെ എതിർത്ത വി.ഡി. സതീശൻ, രാഹുലിനെ എതിർത്ത വി.ഡി. സതീശൻ, ഈ ശശി തരൂരിനും ആദ്യം തൊട്ടേ എതിർപ്പായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജാവേറായ ഉണ്ണിത്താനും മുരളിയും ശശി തരൂരിനെ കാല് കുത്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശന് വേണ്ടി സംസാരിച്ചത്. അപ്പോൾ അതൊന്നും കേൾക്കാതെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുമായിട്ടും മല്ലികാർജുൻ ഖാർഗെയായിട്ടും അവരുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്താൻ ശശി തരൂരിന് ഒരവസരം കൊടുത്ത വേണുഗോപാലിനോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. അതുമാത്രമല്ല, ശശി തരൂര് ഇലക്ഷൻ ക്യാമ്പയിന് കേരളത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു മുഖം മുമ്പോട്ട് കാണിച്ചാൽ കോൺഗ്രസ്സിന് ഗുണമുണ്ടാകും എന്ന് മാത്രമല്ല, അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് അദ്ദേഹമാണെന്നുള്ള ഒരു ധാരണ സെൻട്രൽ ലെവൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നവർക്ക് അറിയാം. അതുകൊണ്ട് ഈ മനുഷ്യനെ ഇപ്പം കടന്നും ഭയങ്കരമായിട്ട് വലിയ പ്രതിപക്ഷ നേതാവാണെന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ 5 വർഷം ഇദ്ദേഹം മിണ്ടാതിരിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവായിട്ട് പരാജയപ്പെട്ട് എല്ലാവർക്കും പാര പണിത്, ഉമ്മൻചാണ്ടി സാറിന് അധികം പാര പണിത ആൾ മാത്രമല്ല, പറവൂരിൽ നിന്ന് വന്ന വീഡിയോയ്ക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാതെ അദ്ദേഹം ഇനിയും ഒരു റീലിട്ട് ദയവ് ചെയ്ത് കോൺഗ്രസിനെ നശിപ്പിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളി പണ്ട് പറഞ്ഞു, വി.ഡി. സതീശനാണ് പിണറായിയുടെ ഐശ്വര്യമെന്ന്, അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി കോൺഗ്രസ് തൂക്കുമെന്ന്. ശരിയാണ്, ഇദ്ദേഹത്തിൻ്റെ റീലുകൾ കുറയ്ക്കുക, അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്ത് അടുത്തൊരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പണം കൊടുത്താണ് ഈ റീലുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന നിലപാടുകളുടെ രാജകുമാരൻ കെ കരുണാകരന് ശേഷമുള്ള ഈ ജയശങ്കരൻ എന്താ അദ്ദേഹത്തിൻ്റെ സുബോധമെല്ലാം നഷ്ടപ്പെട്ടോ? കരുണാകരൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്ഥാനത്തോ ഏക്കാനിയുടെ സ്ഥാനത്തോ എല്ലാം ഈ വി.ഡി. സതീശനെ കൂട്ടാൻ കൊള്ളാമോ? അദ്ദേഹത്തിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഒരു MLA ഇനി മാക്സിമം ഇപ്പം ആകാവുന്ന ഒരു പൊസിഷനിലാണ് പുള്ളിയെ ഇരിക്കുന്നത്. ഇപ്പം പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ അപ്പുറത്തേക്കില്ല, ജനം സമ്മതിക്കത്തില്ല അതിന്. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.